പഞ്ഞി പോലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിവിടെ ഒരു ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് 3 ചെറിയ പഴം, ഒരു ബൗള് ഗോതമ്പ് പൊടി ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര, തേങ്ങ, സോഡാപ്പൊടി, ഉപ്പ്, ഏലക്ക പൊടിച്ചത്, എള്ള് എന്നിവ ചേർത്താണ് നമുക്ക് ഇളക്കേണ്ടത്. ആദ്യം പഴം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ഗോതമ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോഡാപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനം ഇട്ട് കൊടുക്കുമ്പോഴത്തേനും എല്ലായിടത്തും എത്താതെ വരും. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഇളക്കുന്ന തോറും എല്ലാ സ്ഥലത്തും ഇത് എത്തിക്കോളും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഗോതമ്പൊടി വീണ്ടും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് തേങ്ങാപ്പീരയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോ ബോളായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പഞ്ചസാര ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈവനിങ് നല്ല ചൂടോടെ ചായയോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.